പ്രൊഡ്യൂസർക്ക് ഒരു പ്രത്യേക പേര്. ആ സ്റ്റേജിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. പടം ഓടായിരിക്കുമോ, നഷ്ടം വരുമോ, ലാഭം വരുമോ, അത് പിന്നീടുള്ള കാര്യം. നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രൊഡ്യൂസറും നടനും ഗായകനുമായ മധുസൂദനൻ മാവേലിക്കരയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം. സാറ് ഈ സിനിമയിൽ സാറ് വന്നിട്ട് കുറേ നാളുകളായി. സാറിന് ഈ ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മോശമായ രീതിയിലോ എന്തെങ്കിലും അനുഭവങ്ങൾ സാറിന് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും കൂടുതലും അങ്ങനെയുള്ള അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. സിനിമയിൽ നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇത് തുറന്നു പറയുകയാണ്. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം കിടപ്പുള്ളത് കൊണ്ട് പറയുന്നു. തുറന്ന് പറയണമല്ലോ. അതെ. അപ്പം എനിക്ക് പല സിനിമകളിലും എനിക്ക് തിക്തമായ അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഡയറക്ടർ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നെ. ഡയറക്ടർ ചീത്ത വിളിച്ചിട്ടുണ്ട്, ക്യാമറാമാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതും വലിയ പടങ്ങൾ എടുത്തിട്ടുള്ള എനിക്ക് വേറൊരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സിനിമ, ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, ആ സിനിമയുടെ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇവിടെ എറണാകുളത്ത് വെച്ചായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും എല്ലാം കൂടെ ആണ് പോയത്. പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് നടക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഡയറക്ടറോട് പറഞ്ഞ് എനിക്കൊന്ന് പോകണം, ഞങ്ങൾക്ക് പുറത്ത് പോകണം, അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾ അടുത്തത് തുടങ്ങിക്കോളാം. അപ്പോൾ അവിടെ ഉള്ളവർ അത് ഉടനെ പറഞ്ഞില്ല, നടക്കത്തില്ല, ഇപ്പം നടക്കത്തില്ല, ഇപ്പം നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അതല്ലല്ലോ എൻ്റെ ശരി. പൈസ മുടക്കുന്ന ഞാനല്ല, വേറെ ആരും അല്ലല്ലോ. വേറൊരാൾ പൈസ മുടക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. ഞാൻ പറയത്തില്ല, അങ്ങനെ പറയത്തുമില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഞാൻ ആ സ്റ്റേജിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇത് സത്യമാണുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടെ. അങ്ങനത്തെ ഒരു വലിയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ചീത്ത വിളിച്ചിട്ടുണ്ട്. കാരണം ഞാൻ തിരിച്ച് അങ്ങനെ ഒരു വേണ്ടാത്ത വാക്കുകളോ അല്ല എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് മറ്റുള്ളവർ ചീത്ത വിളിക്കുന്ന ഈ ഡയറക്ടർമാരും മറ്റ് ആർട്ടിസ്റ്റ് അങ്ങനെ കൂടുതലായിട്ടില്ല. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ചിലപ്പോൾ കണ്ടാൽ പോലും അവർക്ക് അറിയത്തില്ല. അങ്ങനെ അറിയാതെ വന്ന ആർട്ടിസ്റ്റും ഉണ്ട്. അതെ, ഞാൻ സ്റ്റേറ്റ് അവാർഡ് മേടിച്ച് കൊടുത്തിട്ടുള്ള ആർട്ടിസ്റ്റിന് പോലും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അങ്ങനത്തെയാണ് സിനിമ ലോകമാണ്. അതൊരു വേറെ ലോകമാണ്. അത് ഇപ്പോൾ അവരുടെയും കുറ്റം പറയാൻ പറ്റത്തില്ലായിരിക്കും, എനിക്കറിയത്തില്ല. ഒരാൾ വരുന്നു, അടുത്ത ആൾ വരുന്നു, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവരൊരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കാണുന്നു, കണ്ടിട്ട് പോകുന്നു. അതിൽ അപൂർവം ചില പ്രൊഡ്യൂസേഴ്സ് വീണ്ടും സിനിമ എടുക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും സിനിമ എടുത്തിട്ട് പോലും എന്നെ അറിയാതെ വന്ന ആക്ടേഴ്സുണ്ട്. അതുപോലെ തന്നെ പണ്ട് ഉള്ള ആക്ടേഴ്സും പണ്ടുള്ള നടന്മാരുടെ കൂട്ടല്ല ഇപ്പോഴെന്ന് പറയുന്നത്. ഇപ്പോൾ കാലം മാറിയുകൊണ്ടായിരിക്കും എന്തോ അറിയത്തില്ല. പണ്ട് അറിയാമല്ലോ, പ്രേംനാഥ് സീറോ സാറും ഒക്കെ ആണെങ്കിൽ ഒരു സിനിമ അവർ ആ സിനിമ കളക്ഷനായില്ലെങ്കിൽ അവരടുത്ത ഒരു പടത്തിന് വേണ്ടി അവർ ഡേറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ അടുത്ത ഒരു പടം പ്ലാൻ ഞാൻ ചെയ്തു തരാം. ഇപ്പോഴാണ് അന്ന് അവരുടെ ശമ്പളം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതും കൊടുത്ത് കിട്ടിയാൽ കിട്ടി, അങ്ങനെയാണ്. ഇന്നത്തെ കാലം അതല്ല. ഇന്നെന്ന് പറയുന്നത് കോടികളാണ്. ഒരു പടത്തിൽ അഭിനയിച്ച് അല്ലെങ്കിൽ ഒരു 2 പടത്തിൽ അഭിനയിച്ച് ഒരു സ്വല്പ പേര് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ കോടികളാണ്, CR ലക്ഷങ്ങളല്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. പിന്നെ മനസാക്ഷി എന്ന് പറയുന്ന യാതൊരിതും നമ്മുടെ സിനിമയിൽ ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ കണ്ടു പോയി കഴിഞ്ഞു. അവിടെ വെച്ച് അവർ മറക്കുക എന്നുള്ളതാണ്. അതിന് ഏത് ഡയറക്ടർ, ഏത് പ്രൊഡ്യൂസറാണല്ലോ കിങ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസറില്ലേ സിനിമയില്ല. അല്ല ഇത് എൻ്റെ സിനിമയാണ്, ഞാനാണ് സിനിമ എടുത്ത്, അല്ല അങ്ങനെ അല്ല. എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു പടത്തിനകത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഒരു ക്യാമറാമാൻ. ആ ക്യാമറാമാൻ അപ്പോൾ അന്ന് ഏറ്റവും മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള അവാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാവരും കൂടെ വന്നതാണ്. ഞങ്ങൾ എറണാകുളത്ത് വന്നു. യാദർശ്യമായിട്ടൊരു കടയിൽ വെച്ച് ഈ
ക്യാമറാമാനെ കാണാൻ. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് പറയട്ടെ, ഈ 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയവർക്ക് എല്ലാവരെയും ഞാൻ മാറി മാറി വിളിച്ചിട്ട് ഒരു മനുഷ്യർ ഫോൺ എടുക്കുന്നില്ല. അവരുടെ ഫോണല്ലേ എൻഗേജാണ്. കാരണം അവർ വേറെ ആൾക്കാരെ വിളിച്ച് പറയുകയായിരിക്കും. അതേസമയം ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് അവർക്കറിയാം എൻ്റെ നമ്പറാണെന്ന്. എന്നിട്ട് പോലും അവർ തിരിച്ചു വിളിക്കാൻ ഒരു മനസ്സാക്ഷി കാണിക്കാത്ത നടന്മാരാണുള്ളത്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരാണുള്ളത്. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, അല്ല വേറെ ഒന്നുമല്ല. എന്നിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു അവാർഡ് കിട്ടിയപ്പോൾ, ഞാൻ നിർമ്മിച്ച പടത്തിനൊരു അവാർഡ് കിട്ടിയപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നല്ലോ സാറേ, നന്ദിയുണ്ട്, ഒരു അവാർഡ് കിട്ടി. ഞങ്ങൾക്ക് വേണ്ട, നന്ദി പറയണ്ട, ഞങ്ങൾക്കൊരു അവാർഡ് കിട്ടി. ഓക്കെ, സാറ് അങ്ങോട്ട് വിളിച്ചിട്ട് വിടത്തില്ല, ഇവിടെ വിളിച്ചിങ്ങോട്ട് പറയത്തില്ല അവർ പറയത്തേ ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ സത്യം പറയും. അതിനിടയ്ക്കാണ് ഈ ക്യാമറാമാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ ഒരു ഷോപ്പിൽ വെച്ച് കണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പം ഞാൻ ക്യാമറാമാനോട് പറഞ്ഞ്, എന്തായാലും എനിക്കൊരു കോൾ ചെയ്യാമായിരുന്നല്ലോ, ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിച്ചില്ലേ ഞാൻ. തീർച്ചയായും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ പറയുക, സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ്, നിങ്ങളുടെ കഴിവുകൊണ്ടല്ല. നിങ്ങൾ കാശ് മുടക്കി, അത് ശരിയാണ്, നിങ്ങളെപ്പോലെ നിങ്ങൾ മുടക്കിയില്ല, നിങ്ങളെപ്പോലുള്ള മണ്ടന്മാർ വീണ്ടും മുടക്കാൻ വരും എന്നാ അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട എൻ്റെ 2 സുഹൃത്തുക്കൾ ഞാനായിട്ട് അടി കൊടുക്കാൻ, അല്ല വേറെ എല്ലാവരും നന്നായി അടിക്കാൻ. സാമാന്യം നല്ലൊരു ക്യാമറാമാനാണ്. ഇപ്പോൾ ചിലർക്ക് മനസ്സിലാവും ഈ പടം എന്താണെന്ന് ചിലർക്ക് മനസ്സിലാവും. ഞാനത് വ്യക്തമായിട്ട് സിനിമയുടെ പേര് പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് തിക്ത അനുഭവങ്ങളുണ്ട്. പലരും എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ബഹളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഞാൻ എടുത്ത പടത്തിനകത്തൊന്നും ആർട്ടിസ്റ്റിനൊന്നും ഒരു പൈസയും കൊടുക്കാനില്ല. എല്ലാവരുടെയും പൈസ അന്നേരം ഞാൻ ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് ഇതുവരെ കംപ്ലീറ്റ് പൈസ. ആരും പറയത്തില്ല. എന്നോട് പല ആർട്ടിസ്റ്റും പറഞ്ഞിട്ടുണ്ട്, വലിയ ആർട്ടിസ്റ്റല്ല, ഈ ചെറിയ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവർ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ പടത്തിൽ മാത്രമേ ഞങ്ങൾക്ക് പൈസ മൊത്തം കിട്ടിയിട്ടുള്ളൂ, വേറെ ഒരു പടത്തിലും തരത്തില്ല. പിന്നെ 50,000 തരാമെന്ന് പറഞ്ഞാൽ 10-15 തന്ന് ഞങ്ങളെ സോപ്പിട്ട് ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട്, സാറ് പിന്നെ തരാം, ഇങ്ങനെയാണ്. പക്ഷെ ഞാനങ്ങനല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊടുത്തിരിക്കുക. പടം ഓടാതിരിക്കുമോ, നഷ്ടം വരുമോ, ലാഭം വരുമോ, അത് പിന്നീടുള്ള കാര്യം. ഇതാണ് എൻ്റെ ഈ വിശ്വസി സാറിൻ്റെ കാലത്തുണ്ടായിരുന്ന ഡയറക്ടേഴ്സും ഇപ്പോഴത്തെ ഡയറക്ടേഴ്സും തമ്മിൽ അത്ര ഡെഡിക്കേഷൻ ഇപ്പോഴത്തെ എന്തോ പിള്ളേർ എല്ലാവരോടും ഇങ്ങോട്ട് വന്ന് തട്ടിക്കൂട്ടി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുന്നു. മറ്റേതല്ല. ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും രീതി, ഇപ്പോൾ അത് ആ സിനിമകൾ ചിലത് ഓടുന്നുണ്ട്, ചിലത് ഓടുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ഐ.വി. ശശിയുടെ കാലഘട്ടത്തിലൊക്കെ എന്ന് പറയുന്നത് വളരെ സിൻസിയറായിട്ടായിരുന്നു അന്നത്തെ ആൾക്കാർ സഹകരിച്ചതും. അതുപോലെ തന്നെ കഥ അദ്ദേഹം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, പുള്ളിയുടെ മൈൻഡിലുണ്ട് ആ കഥ. ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പുള്ളിക്ക് പിന്നീട് കാണുമ്പോഴേക്ക് ശരിക്കും എന്ന് പറഞ്ഞ പോലെ ഓരോ ഷോട്ടുകൾ അദ്ദേഹം മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് ഒരു സിനിമയല്ല, എന്നോട് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞ എന്നെ നിങ്ങളെന്നേ ഇതുവരെ വിളിച്ചിട്ടുള്ളത്, മരിക്കുന്നിടം വരെ എന്നെ നീയെന്നോ അല്ലെങ്കിൽ പേരോ വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടുള്ള നിങ്ങളെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കറിയാവോ, ഞാൻ ഒരു വർഷം 4-5 സിനിമയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം രാവിലെ റെഡിയായി അങ്ങനെ ഇറങ്ങുന്ന ക്യൂ ആയിട്ട് നിൽക്കുക ആൾക്കാർ കൊണ്ടുപോകാൻ. ക്യൂ ആയിട്ട് നിൽക്കുന്ന പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് അന്നേരം ഏത് കാറയിലാണ് കയറുന്നതെന്ന് വെച്ചാൽ ആ കാറിലാണ് കയറുക, ആ സെറ്റിലോട്ട് അങ്ങ് പോവുക. അല്ല പുള്ളി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ, എല്ലാവരും ക്യൂ നിൽക്കുക, എനിക്ക് എല്ലാവരെയും വേണം. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാറയിലങ്ങ് കയറും. അതായിരിക്കും അന്നത്തെ ഷൂട്ട്, ആ സിനിമയായിരിക്കും. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ട് എല്ലാവരും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. തീർച്ചയായിട്ടും എല്ലാം അതെ. ഇപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ കഥയൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ സിനിമകളൊക്കെ നോക്കി, പഴയ സിനിമകളൊക്കെ എത്ര നല്ല കഥകളാണ്. ഇപ്പോൾ ഇല്ല. ഓരോ സിനിമകൾ എടുത്തു നോക്ക്, ഹിറ്റ് ചില പടങ്ങൾ എടുത്തു നോക്ക്. ഞാൻ വ്യക്തമായിട്ട് അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. പല പടങ്ങളും എടുത്തു നോക്ക്, ഇവിടെ ഹിറ്റായിട്ട് ഓടിയ പടങ്ങൾക്ക് എന്തോ കഥകൾ എന്തെങ്കിലും ഉണ്ടോ? കഥ തന്തുവില്ല, ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കാലഘട്ടം മാറിയോണ്ടായിരിക്കാം എല്ലാവരും പറയും ന്യൂ ജെന്നാണെന്നൊക്കെയാണ് പറയുന്നത്. എത്രയായാലും നല്ല കഥകൾ കൊണ്ടുവരണം, നല്ല സിനിമകൾ വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ്.
പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും വേണ്ട. അവർക്ക് ലപ്പാങ്കൂത്തോ ഡാൻസോ പാട്ടോ അതോ ഇതൊക്കെ മതി. ഓക്കെ, എനിവേ ഞാനത് പഴയ കാലഘട്ടത്തെ പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ. ഇപ്പം സ്ത്രീകൾക്ക് ഈ ഫീൽഡിൽ വളരെ ചെറിയ സ്ഥലത്ത് നിന്നൊക്കെ മോശമായ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പല വിവാദങ്ങളും നടക്കുന്നു, പല കേസുകളും നടക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് സാറ് എന്താ? പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് ചിലപ്പം രണ്ടുപേരുടെയും കയ്യിൽ കുറ്റം ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ഒരാൾ അംഗീകരിച്ചെങ്കിലല്ലേ, നമ്മൾ സമ്മതിച്ചെങ്കിലല്ലേ ഉള്ളൂ. അല്ലാതെ ഒരാൾ ബലാത്സംഗം ചെയ്യാന്ന് പറഞ്ഞാലൊന്ന് അങ്ങനെ അല്ലല്ലോ നടക്കുന്നത്. ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ തന്നെ കേസാവും, ഇല്ലേ? ഇതല്ല, ഞാൻ 10 വർഷത്തിന് മുമ്പ് എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നത് ശരിയുള്ള കാര്യം തെറ്റാണ്. ഈ 10 വർഷം വരെ എവിടെ പോയി കിടന്നവർ? എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ചിലപ്പോൾ അവർ പറയായിരിക്കും എനിക്ക് അന്ന് മാനസികമായിട്ട് പ്രശ്നമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് മിണ്ടായിരുന്നോണം. നിങ്ങൾക്ക് മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഞാനെന്ന് വിചാരിച്ച് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യല്ല. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ഒരു അനുഭവം, തിക്ത അനുഭവം വരുമ്പോൾ നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ കേസ് കൊടുക്കുക. പഴയകാല നടിമാർക്കും ഇതേപോലെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവരാരും ഇങ്ങനെ കൊട്ടി ആഘോഷിച്ചല്ലേ തന്നെ അവരങ്ങനെ ചെയ്ത്. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് എന്തും വിളിച്ച് പറയാനങ്ങ് അവർക്ക് ഒരു ബ്രേക്കും വല്ലതും ഇല്ലാത്ത സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനല്ല, അവരുടെ തന്നെ അഭിമാനം കളയുകയാണ് പറഞ്ഞ്. എന്തിനാണെന്നേ, നിങ്ങൾ അവരുടെ കൂടെ അഥവാ അവരുടെ കൂടെ പോയിട്ടായിരിക്കുമല്ലോ, അല്ലേ? അത് തെറ്റായ, എനിക്കതിനകത്ത് വലിയ അഭിപ്രായമൊന്നുമില്ല. അതിപ്പോൾ എല്ലാ ഫീൽഡിലും, ഏത് ഫീൽഡാണ് ഇല്ലാത്തത്? ഞാൻ പറയട്ടെ, സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഇല്ലാത്തത്, എല്ലാ ഫീൽഡുകളുണ്ട്. ഓരോ തുറയിലും എടുത്ത് നോക്ക്. ഇല്ല, ഞാനത് ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല. കാരണം നമ്മൾ എവിടെ ചെന്നാലും, പിന്നെ സിനിമാ ഫീൽഡാകുമ്പോൾ ഒരു ശകലം കൂടുതലുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല, എനിക്ക് അതിന് അനുഭവമില്ല. അല്ല, സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് ഫെയിം ഉള്ള ഫീൽഡാണല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി വാസ്റ്റായിട്ട് അറിയാനായിട്ടുള്ള ഒരു ഇതുണ്ടാവും. ശരിയാണ്, ശരിയായിരിക്കണം. എനിക്ക് അതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു സിനിമാ ഫീൽഡിൽ സത്യം പറയാം ഒരു പെണ്ണും പറയത്തില്ല, ഒരാണും പറയത്തില്ല. മധുസൂദനം മാവേലിക്കര അല്ലെ ഒരു പെണ്ണിൻ്റെ കൂടെ അല്ലെ പെണ്ണിനെ പീഡിപ്പിച്ചു അല്ലെ പെണ്ണിൻ്റെ കൂടെ പോയെന്ന് അല്ലെ പെണ്ണുമായിട്ട് സംസാരിക്കാൻ പോലും ഞാൻ കഴിയുന്നതും ഒരു സെറ്റിൽ പോയാൽ ഞാൻ സ്ത്രീകളോട് സംസാരിക്കാറില്ല. അതാണ് എൻ്റെ സ്വഭാവം. കാരണം വെറുതെ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നറിയോ, മധുസൂദനൻ ചേട്ടൻ പ്രൊഡ്യൂസർക്ക് ഒരു പ്രത്യേക പേരാണ് എന്ന് പറഞ്ഞാൽ പേര് ദോഷമാണുള്ളത്. പേരെന്ന് പറഞ്ഞാൽ നല്ല പേരല്ല, ചീത്തപ്പേരാണ് ഉള്ളത്. അപ്പോൾ അത് കഴിയുന്നത് ഇല്ലാതിരിക്കാൻ ഇന്ന് വരെ ആരും പറയത്തുമില്ല. ഇന്ന് വരെ ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു സഹകരണത്തിന് പോയിട്ടുമില്ല. എന്നെ സംബന്ധിച്ചുള്ളൂ, ഞാനുള്ളത് സത്യം പറയുകയാണ്. പിന്നെ ഈ സാറിൻ്റെ ഇപ്പോൾ പ്രൊഡ്യൂസ് സാറ് പണം പ്രൊഡ്യൂസ് ചെയ്തു, അവൾ ക്യാഷ് വാങ്ങിച്ചു, ആർട്ടിസ്റ്റ് ക്യാഷ് വാങ്ങിച്ചു, അവർ പോയി. പിന്നെ നാളെ അവരൊന്ന് കാണുമ്പോൾ സാറിനെ ഒന്ന് ഇല്ല, അത് സിനിമയിൽ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല, അല്ല, അത് സിനിമാ ഫീൽഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ നന്ദിയും കൂറുമെന്നോ അങ്ങനെ അല്ല. അത് പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി എന്താ പറയേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്താ പറയുന്നില്ല, ആ ഒരു ഫീൽഡ് അങ്ങനെയാണ്. അഥവാ ചിലപ്പോൾ അവരുടെയും കുഴപ്പമില്ലായിരിക്കാം. പലരും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പം തന്നെ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് പ്രളയം വന്ന സമയത്തും കോവിഡ് ആ സമയത്തൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റിനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് എന്നെ വിളിച്ച് ഇപ്പോഴും ഞാൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും പലരും എന്നെ വിളിച്ച് പറയും, ചേട്ടാ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ കാശില്ല, അങ്ങനെ ഏത് ബുദ്ധിമുട്ട് പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും അയച്ചു കൊടുക്കാതിരിക്കത്തില്ല. മനസ്സിലായി? ഇപ്പോഴും അതുപോലെ, അന്നും അതുപോലെ തന്നെ, ഇന്നും അതുപോലെ തന്നെ. പിന്നെ പ്രത്യേകിച്ച് ചാരിറ്റി ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ചാനലിലോ ഒരു ഫോട്ടോ എടുത്ത് പോലും ഞാൻ എങ്ങും ഇട്ടിട്ടില്ല. ചാരിറ്റി ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. ശരി. പിന്നെ ചില ആർട്ടിസ്റ്റ് സാറിൻ്റെ പിറകെ നിന്നിരുന്ന ആൾക്കാരാണ്. ഇപ്പം സാറ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിനകത്തില്ല. ഇപ്പോൾ വാസവം എന്ന് പറയുന്ന സിനിമയിൽ തന്നെ, അത് പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതിനകത്തിലെ നല്ല വേഷങ്ങൾ കൊടുത്തിട്ടുള്ള ആൾക്കാർ പോലും നമ്മളെ ഇപ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മളെ കണ്ടാലല്ല, ഫോൺ ചെയ്താൽ പോലും. ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അദ്ദേഹത്തിനെ പോയി കണ്ടാൽ മതി, നമ്മുടെ വാസ്തവത്തിൻ്റെ സിനിമ, വാസ്തവത്തിൽ നല്ലൊരു റോൾ കൊടുത്തതാണ്. അങ്ങനെയാണ് പുള്ളി ഈ ആർട്ടിസ്റ്റ് ആയത് ശരിക്കും. അതുപോലെ അപ്പം അത് ഒരു പടത്തിനെ പറ്റി സംസാരിക്കാനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, എനിക്ക് അയാളെയൊന്നും അറിയത്തില്ല, അയാളെയൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഇതാണ് ലോകം, ഇതാണ് സിനിമ. ലോകമല്ല, സിനിമ. അപ്പോൾ ഈ ചെല്ലു പറയത്തില്ലേ, അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവർ ഫീൽഡാണ്.
അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അവരുടെ പടം ചെയ്തു കഴിഞ്ഞു, ആ പടം പോയി, പിന്നെ അടുത്ത പ്രൊഡ്യൂസറാണ് വരുന്നത്, പിന്നെ വേറെ പ്രൊഡ്യൂസർ, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അവരുടെ കുറ്റമല്ല. അല്ല, ഇത് ഇപ്പോഴത്തെ ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കാം. അത് എല്ലാവരും പറയുന്ന പോലെ ജനറേഷൻ അതല്ലേ, അറിയില്ല, പഴയ ജനറേഷനും പുതിയ ജനറേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസമായിരിക്കാം. അത് ഇവിടെ ഏത് ഫീൽഡിലായാലും അതുണ്ട്, ഫിലിമായാലും ഏത് ഫീൽഡിലായാലും ആ ഒരു വ്യത്യാസം. പക്ഷേ അല്ല ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത്, ഒരു വേർകൃത്യം അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് പറയാന്ന് പറയുന്നത് വേർതിരിച്ച് കാണും. അവർ പിന്നെ വേറൊരു കാര്യം ഒരു പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഈ കൂടുതലും നടന്മാരും നടികളും ഒക്കെ 1-2 സിനിമ അവർ അഭിനയിച്ചൊന്ന് വലിയ ഒരു പേരൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഭയങ്കര പവറാണ്. പിന്നെ നമ്മളെന്ന് കണ്ട മൈൻഡേ അല്ല, ഇയാളെ ഏതാ എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകും. എനിക്കറിയത്തില്ല, ചിലപ്പോൾ മനസ്സിലായിട്ടായിരിക്കും, ചിലപ്പോൾ മനസ്സിലാകാതെ തന്നെ ചിലപ്പോൾ അവർ പറഞ്ഞിട്ട് ചിന്തിച്ചാണ്, എനിക്കറിയത്തില്ല. എങ്കിലും ചിലരുടെ ഒരാഗ്രഹം, ചിലരെങ്ങനെയാണെന്നറിയോ, ഇവർ സിനിമ അഭിനയിക്കാൻ വേണ്ടി മുകളിൽ നിന്ന് പൊട്ടി ഇങ്ങോട്ട് വന്ന, ഇവർ ജനിച്ചു വളർന്നതല്ല, നമ്മുടെ ഭൂമിയിൽ ജനിച്ചു വളർന്ന ആൾക്കാരല്ല എന്നുള്ളത് ആ ഒരു രീതി പല ആർട്ടിസ്റ്റിനുണ്ട്. അത് തെറ്റാണത്, വളരെ മോശമാണ്. അങ്ങനല്ല, നമ്മളെല്ലാം ഭൂമിയിൽ ജനിച്ചു വളർന്നതാണ്, ഇല്ലേ, പിച്ച വെച്ച് വളർന്നതാണ് നമ്മളെ ഓരോരുത്തരും. പക്ഷേ ചില ആർട്ടിസ്റ്റിൻ്റെ പവർ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, ഇയാൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് അഭിനയിക്കാൻ, മുകളിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടി ഇങ്ങോട്ട് താഴോട്ട് വന്നത് അഭിനയത്തിന് വേണ്ടി മാത്രം. ഞങ്ങൾ വലിയ ആൾക്കാരാണ്, നിങ്ങളൊന്നും ഒന്നുമല്ല, പൈസ മുടക്കുന്നതിനെ പോലും പുല്ലുപോലില്ല കാണും. ഇതാണ് സിനിമ. പഴയ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ത്യാഗം സഹിച്ചിട്ടാണ് അവര് വളരെ അവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ എത്രയോ അത് തന്നെ പഴയ ആർട്ടിസ്റ്റിനൊക്കെ ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പ്രേം നസീറിൻ്റെ കാര്യം, അദ്ദേഹം വളരെ പ്രേം നസീർ തന്നെയല്ല, പഴയ മിക്ക ആർട്ടിസ്റ്റിനും വളരെ ആത്മാർത്ഥതയുള്ള കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഓൺ ചെയ്താൽ അവർക്ക് തന്നെ എടുക്കാം, അവർക്ക് തന്നെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഇവരൊക്കെ മനസ്സിലാക്കണം, നഷ്ടം വരുന്ന പ്രൊഡ്യൂസറിന് മാത്രമാണ്, അല്ലാതെ എന്നാൽ അയ്യോ ഞാൻ എൻ്റെ സിനിമയ്ക്ക് നഷ്ടം വന്ന്, അല്ലെങ്കിൽ അയ്യോ ഞാൻ അഭിനയിച്ചതിനകത്ത് ഞാൻ ഇത്ര കോടി വാങ്ങിച്ചു, അതിപ്പോൾ ശരിയല്ല, നഷ്ടം വന്നതാണ്, എന്നാൽ കുറച്ച് അങ്ങോട്ട് വിടുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പടം അടുത്തത് തുടങ്ങ്, ഞാൻ വന്ന് അഭിനയിച്ചു തരാം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഈ നഷ്ടം വരുന്നത് പ്രൊഡ്യൂസറിന് തന്നെയാണ്. ഇവർക്ക് ആർക്കും മനസ്സില്ല, അവരുടെ കാശ് മേടിച്ച് പോയി, സിനിമ ഓടായിരിക്കും, അല്ല പ്രൊമോഷന് പോലും വിളിച്ചാൽ വരത്തില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ വിഷമം. നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ പ്രൊമോഷന് വിളിക്കുമ്പം അവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഏതാണ്ട് വലിയൊരു സംഭവമായിട്ട് നമുക്ക് ഏതാണ്ട് ഇങ്ങോട്ട് താങ്ങി നമുക്ക് ഇങ്ങോട്ട് തരുന്ന മാതിരിയാണ്. അതല്ല അതിൻ്റെ ശരി. ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർ പ്രൊമോഷന് വേണ്ടി വരണം, അവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ. ഒരു സിനിമയ്ക്ക് നഷ്ടം അല്ല, അതിന് നമ്മൾ ചെലവും കൊടുത്ത് അവിടുന്ന് വീട്ടിൽ നിന്ന് ഈ പറയുന്ന മൂത്രം അടിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയും മൂത്രപ്പുറയെ പൈസ കൊടുക്കണം, ആ പൈസ ഇങ്ങോട്ട് അയച്ചു തരാൻ, അങ്ങനെയാണ് പറയുന്നത്. അത്ര പോലും 1 രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് ഇറക്കത്തില്ല അവർ. ഇത് ഓരോരുത്തരും എന്നോട് പറഞ്ഞാൽ ഞാനല്ല വെറുതെ പറയുന്നതല്ല. സാറേ ഇവിടെ മൂത്രപ്പുരയുണ്ട്, മൂത്രപ്പുര പൈസ കൊടുത്തെങ്കിലും അവിടെ മൂത്രം അടിക്കാൻ പറ്റത്തുള്ളൂ, അതിനെ കൂടെ പൈസ കൂടുതൽ ഇട്ട് തരാം, ഇങ്ങനെ പറയുന്നത്. അതിനൂടെ കൂടുതലിട്ട് പിന്നെ ആഹാരം, പിന്നെ മറ്റേത്, പിന്നെ അവർക്ക് പിന്നെ വരുമ്പോഴൊക്കെ പിന്നെ ഇത് ലിക്വർ, ഇതൊക്കെ കൊടുത്താലും പിന്നെയും ചിലരൊക്കെ വരുത്തുമില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും കറക്റ്റായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യത്തുമില്ല അവർ. അതാണ് അവരുടെ സ്വഭാവം. അപ്പോൾ സാറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചു. ഇനി നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.